നമസ്കാരം. പ്രധാന വാർത്തകൾ. കനത്ത കാറ്റിലും മഴയിലും കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വ്യാപക നാശനഷ്ടം. മിന്നൽ ചുഴലിയിൽ 15-ലധികം വീടുകൾ തകർന്നു. മരങ്ങൾ പൊട്ടിവീണ നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു. ആളപായമില്ല. കേന്ദ്ര സർക്കാരിന്റെ വന്യമൃഗ സംരക്ഷണ നിയമം കേരള കർഷക സംഘത്തിന്റെ സമരത്തിന് ശേഷവും തിരുത്തിയില്ലെങ്കിൽ കർഷകരോട് ആയുധമെടുക്കാൻ ആഹ്വാനം ചെയ്യുമെന്ന് ഇ പി ജയരാജൻ. മനുഷ്യർക്കെല്ലാം മൃഗങ്ങൾക്കാണ് ഇവിടെ കൂടുതൽ സംരക്ഷണം ലഭിക്കുന്നതെന്നും ഇ പി ജയരാജൻ. കാടുകയറാൻ തയ്യാറാവാതെ തിരുവിഴാംകുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രം വളപ്പിൽ തമ്പടിച്ച 2 കാട്ടാനകൾ. വീതിയോടെ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങൾ ആഴ്ചകളായി ഇവിടെ തമ്പടിച്ച ആനകൾ കാർഷിക വിളകളും നശിപ്പിക്കുന്നു. മണ്ണാർക്കാട് എളമ്പലാശ്ശേരി തുമ്പക്കണ്ണിയിൽ പുകയില ഉൽപ്പന്ന ഫാക്ടറി കണ്ടെത്തി. പുകയില ഉൽപ്പന്നങ്ങളുടെ വൻശേഖരവും അസംസ്കൃത വസ്തുക്കളും മെഷീനുകളും പോലീസ് പിടിച്ചെടുത്തു. സിന്തറ്റിക് ഡ്രഗ്സ് മാത്രമല്ല, മദ്യത്തിന്റെ ഉപയോഗവും മനുഷ്യനെ ബോധമില്ലാത്തവരാക്കുന്നുണ്ടെന്ന നജീബ് കാന്തപുരം MLA. നാടാകെ മദ്യം വ്യാപിപ്പിച്ച് ലഹരി ഉപയോഗിക്കരുതെന്ന് പറയുന്നത് വിരോധാഭാസമെന്നും MLA. വിശദമായ വാർത്തകൾ നോക്കാം. മഴ തുടങ്ങിയതോടെ കാലവർഷക്കെടുതികളും രൂക്ഷം. കനത്ത മഴയിലും കാറ്റിലും കുലുക്കല്ലൂർ പുറമത്രയിൽ വ്യാപക നാശനഷ്ടം. 15ഓളം വീടുകൾ തകർന്നു. നിരവധി മരങ്ങളും കടപുഴകി വീണു. 2 കിലോമീറ്റർ ഏരിയയിലാണ് കാറ്റ് കനത്ത നാശം വിതച്ചത്. ശനിയാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലാണ് കുലുക്കല്ലൂർ പഞ്ചായത്തിലെ 9-ാം വാർഡ് പുറമത്ര പ്രദേശത്ത് കനത്ത നാശനഷ്ടമുണ്ടായത്. പൊടുന്നനെയുണ്ടായ ചുഴലിക്കാറ്റിൽ പ്രദേശത്ത് വ്യാപകമായ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രദേശത്തെ 2 വീടുകൾ പൂർണ്ണമായും 14 വീടുകൾ ഭാഗികമായും മരങ്ങൾ വീണ് തകർന്നു. നിരവധി മതിലുകളും നിലംപൊത്തിയിട്ടുണ്ട്. തകർന്ന വീടുകളിൽ സംഭവ സമയത്ത് ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും അപകടങ്ങളൊന്നും സംഭവിച്ചില്ല. വൈകിട്ട് 5 മണിയോടുകൂടി പ്രദേശത്ത് ചുഴലിക്കാറ്റ് രൂപത്തിലുള്ള ശക്തമായ കാറ്റാണ് അടിച്ചു വീശിയതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കാറ്റിൽ മരങ്ങൾ പൊട്ടിവീണ് KCBയുടെ 30ഓളം ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നിട്ടുണ്ട്. പ്രദേശത്ത് 2 ദിവസത്തോളം വൈദ്യുതിയും കുടിവെള്ള വിതരണവും തടസ്സപ്പെട്ടേക്കുമെന്നും അധികൃതർ അറിയിച്ചു. നാശനഷ്ടമുണ്ടായ സ്ഥലങ്ങൾ പഞ്ചായത്ത് അധികൃതരും ദുരന്ത നിവാരണ അതോറിറ്റിയും പരിശോധന നടത്തി. സാധാരണഗതിയിൽ നിന്നും മാറി ചുഴലി രൂപത്തിലുള്ള കാറ്റാണ് പ്രദേശത്ത് അനുഭവപ്പെട്ടതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾ സംഭവിച്ച വീടുകളിലെ താമസക്കാരെ ബന്ധുവീടുകളിലേക്ക് മാറ്റിയതായും മറ്റ് അനുബന്ധ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B. രമണി പറഞ്ഞു. ഇന്നലെ വൈകിട്ട് ഒരു 5 മണിക്കാണ് ഒരു 1.5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ കുലുക്കല്ലൂർ പഞ്ചായത്തിൽ വാർഡ് 9 പുറമത്ര പ്രദേശത്താണ് വലിയൊരു ദുരന്തം പോലെയാണ് ഞങ്ങൾക്ക് ഈ പ്രദേശം വന്ന് കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. കാരണം വലിയ വലിയ മരങ്ങളൊക്കെ തന്നെ കടപുഴകി വീണുകൊണ്ട് വീടുകളുടെ മുകളിലേക്കൊക്കെ വീണിട്ടുള്ളൊരു സംഭവമാണ് കാണാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ ഏകദേശം 16ഓളം വീടുകളാണ് തകർന്നിട്ടുള്ളത്. അതിൽ 2 വീട് പൂർണ്ണമായിട്ട് നശിച്ചിട്ടുണ്ട്. 14 വീടുകൾ ഭാഗികമായിട്ട് തകർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒട്ടനവധി ഇപ്പോൾ നമുക്കിവിടെ KCBയുടെ കണക്ഷൻ ഇല്ല. 2-3 ദിവസം കഴിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ. വാട്ടർ അതോറിറ്റി അതേപോലെയുള്ള എല്ലാ സർവീസുകളും ഈ ഭാഗത്തേക്കുള്ളത് ബ്ലോക്ക് ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു 2 വാർഡുകൾ ഒറ്റപ്പെട്ട തരത്തിലാണ് ഇന്നലെ രാത്രി മുതൽക്ക് ഉണ്ടായിട്ടുള്ളത്. കാരണം എല്ലാ റോഡുകളും KCBയുടെ പോസ്റ്റ് പൊട്ടി വീണിട്ടും അതേപോലെ തന്നെ മരങ്ങൾ പൊട്ടി വീണിട്ടൊക്കെ തന്നെ ബ്ലോക്കായിക്കൊണ്ടാണ്. അതുകൊണ്ട് ഇതൊരു എന്താ പറയുക, കാലവർഷക്കെടുതി എന്നതിലുപരി ഒരു പ്രദേശത്ത് തന്നെ ഒരു വലിയ അപകടം എന്നുള്ള തരത്തിലാണ് നമുക്കിതിനെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ബന്ധപ്പെട്ട അധികാരികളോടൊക്കെ തന്നെ ഞങ്ങളെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. തഹസിൽദാരെ വിളിച്ചിട്ടുണ്ട്. അതേപോലെ ജില്ലാ ടീം എല്ലാവരെയും തന്നെ വിളിച്ചിട്ടുണ്ട്. അതേപോലെ പഞ്ചായത്തിൻ്റെ AS ഉദ്യോഗസ്ഥർ, എയുടെ സെക്ഷനിലുള്ള ഓവർസിയർമാർ എല്ലാവരും, ഞാനും വൈസ് പ്രസിഡന്റ് അടങ്ങുന്ന ടീം ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ സന്ദർശനം നടത്തി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു 16 വീടുകൾക്കാണ് സംഭവിച്ചത്. 2 വീടുകൾ പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്. കാരണം താമസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലെത്തിയിട്ടുണ്ട്. 14 വീടുകൾ ഭാഗികമായിട്ട് തകർന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വലിയൊരു പ്രശ്നം തന്നെയാണ്. കാറ്റാണ്, ഒരു ചുഴലി പോലെ വട്ടക്കറങ്ങിക്കൊണ്ടുള്ള ഒരു കാറ്റാണ്. ഇവിടെ KCB ജീവനക്കാരൊക്കെ തന്നെ രാവിലെ മുതൽക്ക്, ഇന്നലെ വൈകിട്ട് അവർ വന്നു, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പരിശോധിച്ചു. ഇന്നലെ രാവിലെ മുതൽക്ക് KCB ജീവനക്കാർ പൂർണ്ണമായിട്ട് ഈ പ്രദേശത്ത് തന്നെ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ആളുകളെയൊക്കെ തന്നെ ബന്ധുവീടുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചു. അവരൊക്കെ ഇപ്പോൾ ആളുകൾക്ക് അപായമല്ലേ, അപ്പോൾ അവരെ മാറ്റി ബന്ധുവീടുകളിലേക്ക് താമസിപ്പിച്ചു. KCBക്ക് കനത്ത നാശനഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. 11 KV ലൈനിൽ ഒരു 6 പോസ്റ്റും LT ലൈനിൽ പറഞ്ഞിടത്തോളം ഒരു 18 പോസ്റ്റോളം ഇപ്പോൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കടുത്ത പരിശ്രമത്തിലാണ്. 2 ടീം ഇപ്പോൾ ഫുൾ ടീമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 2 ദിവസം
സമയമെടുക്കും ഇത് മുഴുവനായിട്ട് റീസ്റ്റോർ ചെയ്തിട്ട് എല്ലാവർക്കും സപ്ലൈ കൊടുക്കാൻ വേണ്ടി. നമുക്ക് കനത്ത നാശനഷ്ടം ഈ ഭാഗത്താണ്, പുറമത്ര ഈ ഭാഗത്താണ് സംഭവിച്ചിട്ടുള്ളത്. കുലുക്കലൂർ വണ്ടുംതറയിൽ കനത്ത കാറ്റിൽ വീടിന് കേടുപാടുകൾ സംഭവിച്ചു. വീടിന്റെ ഓടുകൾ കാറ്റിൽ പറന്നുപോയാണ് നാശനഷ്ടം ഉണ്ടായത്. ചുണ്ടമ്പറ്റയിൽ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണു. വണ്ടുംതറ വടക്കേകളത്തിൽ പത്മാവതി അമ്മയുടെ വീടാണ് കാറ്റിൽ തകർന്നത്. വീടിന്റെ ഓടുകൾ കാറ്റിൽ പറന്നുപോയാണ് നാശനഷ്ടമുണ്ടായത്. ഇതോടെ വീട്ടുകാർ താമസം തൊട്ടടുത്ത വീട്ടിലേക്ക് മാറ്റി. പത്മാവതി അമ്മയുടെ മകളും രോഗിയായ മരുമകനും വീട്ടിലുണ്ടായിരുന്നു. ആളപായമൊന്നും സംഭവിച്ചില്ല. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. റേഷൻ കാർഡും മറ്റു രേഖകളും മഴയിൽ നശിച്ചു. വീട് ആകെ തകർന്നു. വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ആവശ്യമുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ എല്ലാതും ആകെ വെള്ളത്തിലായി. രോഗികളുണ്ട്. പിന്നെ വല്യച്ഛനും ഇവർക്കൊക്കെ വയ്യ, ക്യാൻസർ പേഷ്യൻ്റാണ്. പിന്നെ അച്ഛമ്മ 10-76 വയസ്സാണ്. അച്ഛമ്മയ്ക്ക് തീരെ വയ്യ. വീടാകെ നശിച്ചു. ഞങ്ങളിപ്പോൾ താമസിക്കാൻ തന്നെ ആകെ ഇതായി നിൽക്കുകയാണ്. എല്ലാവരും ആകെ പ്രശ്നത്തിലാണ്. ഞങ്ങൾ പഞ്ചായത്തിലും വില്ലേജിലും അറിയിച്ചിട്ടുണ്ട്. അവർ വന്ന് അന്വേഷിക്കാമെന്നാണ് പറഞ്ഞ്. ഇന്നലെ 4 മണിക്കാണ് കാറ്റ് വന്നിട്ട് പിന്നെ വീടൊക്കെ കേട് വന്നത്. എല്ലാം ഓടൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞു. ഞാനൊരു ക്യാൻസർ രോഗിയാണ്. 5-8 കൊല്ലമായി എനിക്ക് ക്യാൻസർ ഉണ്ടായിട്ട്. അപ്പം എൻ്റെ സൂക്കടിനുള്ള എല്ലാ മരുന്നുകളും ഈ മഴ വന്നിട്ട് അതാകെ നാശമായി. ഞാൻ കിടക്കുന്ന ഒരു കട്ടിൽ ആകെ നാശമായി പോയി. അതുകൊണ്ട് എനിക്ക് മരുന്ന് വേണം, കട്ടിൽ വേണം, കടക്ക വേണം. 5-8 കൊല്ലമായി സൂക്കട് വന്നിട്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ കാറ്റ് കാരണം കൊണ്ട് വീട്ടിൽ താമസിക്കാൻ തന്നെ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ അടുത്തൊരു വീട്ടിലാണ് താമസിക്കുന്നത്. ചുണ്ടമ്പറ്റ നെന്മനിക്കുളം ഭാഗത്ത് കള്ളിവളപ്പിൽ ഉമ്മറിന്റെ 15 അടി ഉയരമുള്ള വീടിനോട് ചേർന്ന മതിൽ മഴയിൽ രാത്രി ഇടിഞ്ഞു വീണു. താഴെ താമസിക്കുന്ന പൊന്നേരി ഷാജി എന്നയാളുടെ വീടിനോട് ചേർന്നാണ് മതിൽ വീണത്. ആളപായമില്ല. 35 മീറ്റർ നീളമുള്ള മതിൽ മൊത്തം വീട്ടിലോട്ട് ഇടിഞ്ഞു വീഴുകയായിരുന്നു. മുണ്ടരതൊടി മുനീറിന്റെ വീടിന് മുകളിലേക്ക് മരം പൊട്ടി വീണ അപകടം സംഭവിച്ചു. ആളപായമില്ല. പൊട്ടച്ചുറ യൂസഫിന്റെ തൊഴുത്തിനു മീതെ മരം വീണും അപകടമുണ്ടായി. ഈ സമയം പശുക്കൾ തൊഴുത്തിലുണ്ടായിരുന്നില്ല. മരങ്ങൾ പൊട്ടി വീണുള്ള അപകടങ്ങളും പ്രദേശത്ത് വ്യാപകമാണ്. വിളയൂർ കുപ്പൂത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമരം കടപുഴകി വീണു. ആളപായമില്ല. പട്ടാമ്പി താലൂക്കിന്റെ മറ്റ് പല ഭാഗങ്ങളിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ രാത്രി പെയ്ത ശക്തമായ മഴയിൽ കരിമ്പുഴ ശ്രീകൃഷ്ണപുരം മേഖലയിൽ നാശനഷ്ടമുണ്ടായി. കൂട്ടിലക്കടവ്, പൊമ്പ്ര, മണ്ണാട്ടുംപടി, കുണ്ടൂർക്കുന്ന്, കല്ലുംപുറം, ഇടപ്പള്ളി, നിലവിളിക്കുന്ന ഭാഗങ്ങളിൽ 10ഓളം ഇലക്ട്രിക് പോസ്റ്റുകൾ പൊട്ടുകയും വൈദ്യുതി തടസ്സപ്പെടുകയും ചെയ്തു. പരമാവധി വേഗത്തിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് KCB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുരേഷ് അറിയിച്ചു. കാടുകയറാൻ കൂട്ടാക്കാതെ തിരുവിഴാംകുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രം വളപ്പിൽ തമ്പടിച്ചിട്ടുള്ള 2 കാട്ടാനകൾ. ഇവ സമീപത്തെ ആളുകൾക്ക് ഭീതിയും വനംവകുപ്പിന് തലവേദനയും സൃഷ്ടിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. തുടർച്ചയായി കഴിഞ്ഞ 2 രാത്രികളിൽ ഈ ആനകളെ തുരത്താൻ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. 2 ദിവസങ്ങളിലും ഫാമിന് പുറത്തേക്ക് കടന്ന കാട്ടാനകൾ മറ്റു വഴികളിലൂടെ വീണ്ടും ഫാമിന് അകത്തേക്ക് തന്നെ കയറിപ്പറ്റുകയാണ് ചെയ്തത്. ഫാമിനുള്ളിൽ കാട് വളർന്നു നിൽക്കുന്നതാണ് പ്രധാന കാരണം. മാത്രമല്ല പനയും മറ്റും സുലഭവുമാണ്. അടിക്കാട് വെട്ടിത്തളിച്ചാൽ മാത്രമേ ആനകളെ വനംവകുപ്പിന് തുരത്താനാകൂ. ഇതിനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ്. സൈലന്റ് വാലി വനമേഖലയോട് ചേർന്നുള്ള ഫാമിൽ 250 ഏക്കറോളം സ്ഥലത്ത് കാടുള്ളത് കാരണം വനംവകുപ്പിന് ആനകളെ കാട്ടിലേക്ക് കയറ്റിവിടാനാകുന്നില്ലെന്നും കാട് വെട്ടിത്തളിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് കൂട്ടപ്പടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. ഫാമിന് ചുറ്റും വൈദ്യുതി തൂക്കുവേലി പ്രവൃത്തികൾ ആരംഭിക്കാൻ വൈകുന്നത് പരിശോധിച്ച് നടപടിയെടുക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. ആഴ്ചകളോളമായി ഫാമിനുള്ളിൽ നിലയുറപ്പിച്ചിട്ടുള്ള കാട്ടാനകൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നുമുണ്ട്. ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കാത്ത സാഹചര്യവുമായി. അടുത്തനാടുകര ചോലമണ്ണിൽ കാട്ടാന കർഷകനെ കൊലപ്പെടുത്തിയതോടെ മലയോരവാസികളിൽ ഭീതി വർദ്ധിച്ചിട്ടുണ്ട്. ഫാമിനുള്ളിൽ നിലയുറപ്പിച്ചിട്ടുള്ള കാട്ടാനകൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നതിനാൽ സമീപ പ്രദേശങ്ങളിലുള്ളവരും ആദിയിലാണ്. ഈ ആനകളെ കാടുകയറ്റാനായി റേഞ്ച് ഓഫീസർ N. സുബേർ, കൂട്ടപ്പാടം പഞ്ചായത്ത് അംഗം നൂറുൽ സലാം, തിരുവിഴാംകുന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ K. സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വനപാലകർ, RRT, കച്ചേരിപ്പറമ്പ്, PRT, ഫാം ജീവനക്കാർ തുടങ്ങിയവരടങ്ങുന്ന സംഘം 2 രാത്രികളിലായി 11 മണിക്കൂറുകളാണ് പ്രവർത്തിച്ചത്. വ്യാഴാഴ്ച രാത്രിയിൽ തുരത്തുന്നതിനിടെ പുറത്തേക്കെത്തിയ കാട്ടാന മൂസക്കാട് ഭാഗത്തേക്കെത്തി നിലയുറപ്പിക്കുകയായിരുന്നു. വനംവകുപ്പിന്റെ കാവലിൽ ഫാമിനകത്ത് അടിക്കാട് വെട്ടിത്തളിക്കൽ പ്രവൃത്തികൾ തുടങ്ങിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ വന്യമൃഗ സംരക്ഷണ നിയമം കേരള കർഷക സംഘത്തിന്റെ സമരത്തിന് ശേഷവും തിരുത്തിയില്ലെങ്കിൽ കർഷകരോട് ആയുധമെടുക്കാൻ ആഹ്വാനം ചെയ്യുമെന്ന് കർഷക സംഘം ജാഥ ക്യാപ്റ്റൻ EP ജയരാജൻ. കർഷക മുന്നേറ്റ ജാഥയ്ക്ക് കാഞ്ഞിരപ്പുഴ കാഞ്ഞിരത്ത് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാഞ്ഞിരം ജംഗ്ഷനിൽ നടത്തിയ സ്വീകരണ ചടങ്ങിൽ വിവിധ ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു.
ജാഥ ക്യാപ്റ്റൻ EP ജയരാജൻ സ്വീകരണത്തിന് ശേഷം നന്ദി പ്രഭാഷണം നടത്തി. ഇവിടെ മനുഷ്യർക്കല്ല മൃഗങ്ങൾക്കാണ് സംരക്ഷണം നൽകുന്നതെന്നും നിലവിലെ നിയമത്തിനെതിരെയാണ് ഈ സമരമെന്നും EP പറഞ്ഞു. ഈ മാസം 30-31 തീയതികളിൽ 50 മണിക്കൂർ രാപ്പകൽ തിരുവനന്തപുരത്തെ CCPF ഓഫീസ് വളയും. ഇത് കണ്ട് കേന്ദ്രത്തിലെ മേലാളന്മാർ കണ്ണു തുറക്കുന്നില്ലെങ്കിൽ മൃഗങ്ങളെ വേട്ടയാടാൻ കർഷകരോട് ആയുധമെടുക്കാൻ ആഹ്വാനം ചെയ്യും. അതിന് നിർബന്ധിക്കരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സർക്കാർ ദൗത്യം നിർവഹിക്കണം, ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി നിയമം കയ്യിലെടുക്കേണ്ടി വരും. കോടിക്കണക്കിന് രൂപയുടെ കാർഷികോൽപ്പന്നങ്ങളാണ് പ്രതിവർഷം വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നത്. ഇത് തുടരാനാവില്ലെന്നും അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു. ഈ സംസ്ഥാനത്തിലെ വനംവകുപ്പിന്റെ ഏറ്റവും ശക്തമായ ഒരു കേന്ദ്ര ഓഫീസാണ് തിരുവനന്തപുരത്തുള്ളത്. ഓഫീസ് വളയും, രാപ്പകലില്ലാതെ വളഞ്ഞു വെക്കും 50 മണിക്കൂർ. ഡൽഹിയിലെ സിംഹാസനത്തിൽ ഇരിക്കുന്നില്ലേ കുറെ ആളുകൾ, അവരോട് പറയും കണ്ണു തുറക്ക്, ഈ നാട്ടിന്റെ വികാരം കാണും, മനുഷ്യനെ കാണൂ, കൃഷിക്കാരനെ കാണൂ. ആ അഭ്യർത്ഥന നടത്തും. എന്നിട്ടും ചെവിക്കൊള്ളുന്നില്ലെങ്കിൽ ഞങ്ങൾ കൃഷിക്കാരോട് പറയും ആയുധമെടുക്കാൻ, വന്യമൃഗങ്ങളെ വെടിവെക്കാൻ, വന്യമൃഗങ്ങളെ അമ്പയ്യ, വന്യമൃഗങ്ങളെ കവട ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളോട് പറയും കവട ഉപയോഗിച്ചുകൊണ്ട് ആട്ടി ഓടിക്കൂ. അതിന് നിർബന്ധിക്കപ്പെടരുത്. ഒരു ഗവൺമെന്റിന്റെ ദൗത്യം നിർവഹിക്കണം. ആ ദൗത്യം നിർവഹിക്കുന്നില്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി നിയമം ഞങ്ങൾ കയ്യിലെടുക്കേണ്ടി വരും. ഇവിടെ ഒരു മേനകാ ഗാന്ധിക്കും ഒരു കോൺഗ്രസിനും വേണ്ടി CPM മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ജാഥ അംഗങ്ങളായ വത്സൻ പനോളി, SK പ്രീജ, M പ്രകാശൻ, ഓമല്ലൂർ ശങ്കരൻ, CK രാജേന്ദ്രൻ, NR സക്കീന, CH കുഞ്ഞമ്പു, അഡ്വക്കേറ്റ് KJ ജോസഫ്, കർഷക സംഘം ജില്ലാ സെക്രട്ടറി MR മുരളി, UT രാമകൃഷ്ണൻ, KC റിയാസുദ്ദീൻ, CP ബാബു, KK രാജൻ, SR ഹബീബുള്ള, U രാജഗോപാൽ, N മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു. മണ്ണാർക്കാട് എളമ്പുളശ്ശേരി തുമ്പക്കണ്ണിയിൽ പുകയില ഉൽപ്പന്ന ഫാക്ടറി കണ്ടെത്തി. ഫാക്ടറിയിൽ നിന്ന് വൻ പുകയില ഉൽപ്പന്നങ്ങളുടെ ശേഖരവും അസംസ്കൃത വസ്തുക്കളും മെഷീനുകളും പോലീസ് പിടിച്ചെടുത്തു. തുമ്പക്കണ്ണി കരുവാക്കാട്ടെ റബ്ബർ തോട്ടത്തിലാണ് ഫാക്ടറി പ്രവർത്തിക്കുന്നത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു അറസ്റ്റ്. 1,34,700 പാക്കറ്റ് വിമൽ എന്ന ലേബലിലുള്ള പാൻ മസാലയും 67,500 പാക്കറ്റ് ഹാൻസും 700 കിലോ അസംസ്കൃത വസ്തുക്കളും പാൻ മസാല നിർമ്മിക്കുന്ന 2 മെഷീനുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ജീവനക്കാരായ രാജസ്ഥാൻ സ്വദേശികളായ കനശ്യാം, പ്രകാശൻ എന്നിവരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആരുടേതാണ് സ്ഥാപനമെന്ന് അന്വേഷിച്ചു വരികയാണെന്ന് മണ്ണാർക്കാട് CI MP രാജേഷ് പറഞ്ഞു. മണ്ണാർക്കാട് പോലീസ് തുമ്പക്കണ്ണി അടുത്തുള്ള കരുവാരക്കാട് എന്ന സ്ഥലത്ത് നിന്ന് 1,34,700 പാക്കറ്റ് വിമലും അതേപോലെ തന്നെ 67,500 പാക്കറ്റ് ഹാൻസും 700 കിലോഗ്രാം അസംസ്കൃത വസ്തുക്കളും ഹാൻസ് നിർമ്മാണത്തിൻ്റെ അസംസ്കൃത വസ്തുക്കളും ഹാൻസ് നിർമ്മാണത്തിൻ്റെ 2 വലിയ മെഷീനറികളും പാക്കിംഗ് സാമഗ്രികളും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് ഒരു ഒഴിഞ്ഞ റബ്ബർ തോട്ടത്തിൻ്റെ നടുവിൽ ഉള്ള ഒരു ഗോഡൗണാണ് ഇത് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അതിന് ചുറ്റും വലിയ ചുറ്റുമതിലുണ്ട്, കമ്പിവേലിയുണ്ട്, വലിയ ഗേറ്റ് ഉണ്ട്. ഉള്ളിൽ നിന്നായിരുന്നു അത് പൂട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ഇപ്പോൾ സീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 രാജസ്ഥാൻ സ്വദേശികൾ അവിടുത്തെ പണിക്കാരാണ്. ഇനി അതിന് മുതലാളിമാരെ കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചും വിശദമായി അന്വേഷിച്ചു വരുന്നത്. ASIമാരായ രാജേഷ്, SI സുനിൽ, ASI ശ്യാംകുമാർ, SCPOമാരായ വിനോദ്, അഷഫ്, മുബാറക്കലി, റംഷാദ്, CPOമാരായ കൃഷ്ണകുമാർ എന്നിവരുടെ സംഘമാണ് ഫാക്ടറിയിൽ റെയ്ഡ് നടത്തിയത്. ഇടവേള. മറ്റു വാർത്തകൾ.
കാഞ്ഞിരം കല്ലമലയിൽ ഇടുങ്ങിയ റോഡരികിൽ സ്ഥാപിക്കുന്ന മദ്യഷാപ്പിനെതിരെ ബഹുജന പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. മണ്ണാർക്കാട് മൂവ് കൂട്ടായ്മ ചെയർമാൻ ഡോക്ടർ കെ എ കമ്മാപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തു. കല്ലമല പൗരസമിതി, കുന്നപ്പള്ളി ക്ഷേത്ര കമ്മിറ്റി, VSS എന്നിവർ സംയുക്തമായി സംഘടിപ്പിച്ച കുത്തിയിരിപ്പ് സമരം 25ാം ദിവസത്തിലേക്ക് കടന്നതിന്റെ ഭാഗമായാണ് ബഹുജന പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. മൂവ് മണ്ണാർക്കാട് ചെയർമാൻ ഡോക്ടർ കെ എ കമ്മാപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തു. ആ ജീവിതത്തിന്റെ പ്രശ്നമാണ്. നമ്മുടെ ഭരണഘടന നമുക്ക് വ്യക്തമായിട്ടുള്ള ഉറപ്പ് നൽകുന്ന ഒരു സംഗതിയാണ് വ്യക്തിസ്വാതന്ത്ര്യം പോലെ തന്നെ സഞ്ചാര സ്വാതന്ത്ര്യം. അപ്പൊ അതാണ് നിങ്ങൾക്കിവിടെ നഷ്ടപ്പെടാൻ വന്നത്. കാരണം അപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു ഭരണഘടനാ ലംഘനമാണ്. നിങ്ങൾക്ക് ചെറുക്കാം, നിങ്ങൾ ചെറുക്കണം, ചെറുതില്ലെങ്കിൽ നിങ്ങൾ ഒന്നിനും കൊള്ളില്ല എന്നാണ് പറയും. അപ്പോൾ ഇത് ചെറുക്കുന്നുണ്ട്. ഇതിനെയാണ് ചെയ്യേണ്ടത്. ജനകീയ സമരങ്ങൾ വിജയിച്ചേ ഉള്ളൂ. VSS സംസ്ഥാന പ്രസിഡന്റ് ടി കുമാരൻ അധ്യക്ഷത വഹിച്ചു. മൂവ് ഭാരവാഹികളായ പ്രശോഭ്, KVM റഹ്മാൻ, അഡ്വക്കേറ്റ് ജയകുമാർ, DCC സെക്രട്ടറി C അച്യുതൻ, CPM ലോക്കൽ സെക്രട്ടറി നിസാർ മുഹമ്മദ്, BJP നേതാവ് നിതിൻ ശങ്കർ, CPI നേതാവ് P ചിന്നക്കുട്ടൻ, മുരളീധരൻ ഭട്ട്, ഗിരീഷ് വർമ്മ, പഞ്ചായത്ത് അംഗങ്ങളായ ഉഷാദേവി, ശോഭന, റീന, ദിവ്യ, പ്രിയരാജ്, ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പെരിന്തൽമണ്ണയിൽ ന്യൂ ഹോപ്പ് ബോധവൽക്കരണ പ്രദർശനം ശ്രദ്ധേയമായി. 5 ദിവസങ്ങളിലായി പെരിന്തൽമണ്ണ ടൗൺ സ്ക്വയറിലാണ് എക്സ്പോ നടക്കുന്നത്. നജീബ് കാന്തപുരം MLA എക്സ്പോ ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക വിപത്തായ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പൊതുബോധം ഉണർത്തുന്നതിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണ ടൗൺ സ്ക്വയറിൽ ന്യൂ ഹോപ്പിന്റെ ആഭിമുഖ്യത്തിൽ എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുന്നത്. മോചനം സാധ്യമാണ് എന്ന പ്രമേയത്തിലാണ് ന്യൂ ഹോപ്പ് എക്സ്പോ നടക്കുന്നത്. നജീബ് കാന്തപുരം MLA എക്സ്പോ ഉദ്ഘാടനം ചെയ്തു. എന്തൊരു പ്രതീക്ഷയുടെ മുനമ്പിൽ നിന്നാണ് അവർ ഈ ജീവിതത്തെ കൈമോശം കളഞ്ഞു പോകുന്നത്. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഈ സന്തോഷങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെടാൻ നമ്മുടെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്ന കാര്യം പലപ്പോഴും വീട് നമുക്കൊരു അഭയകേന്ദ്രമാക്കണം. വീട് ഇന്നൊരു ഭയത്തിൻ്റെ കേന്ദ്രമാവുകയാണ്. വീട് ഇന്നൊരു ഭയത്തിൻ്റെ കേന്ദ്രമാവുകയാണ്. എനിക്ക് തോന്നുന്നത് ഇതെല്ലാം തുടങ്ങേണ്ടത് വീട് നേരാക്കിയിട്ടാവും. സിന്തറ്റിക് ഡ്രഗ്സ് മാത്രമല്ല മയക്കുമരുന്ന്. സുബോധത്തോടെ ആഘോഷങ്ങൾ കൊണ്ടാടപ്പെടേണ്ടതിന് പകരം മദ്യം ഉപയോഗിച്ച് ബോധമില്ലാതെ ആഘോഷിച്ചിട്ട് എന്ത് കാര്യമാണെന്ന് നജീബ് കാന്തപുരം MLA ചോദിച്ചു. നാടാകെ മദ്യം വ്യാപിപ്പിച്ച് ലഹരി ഉപയോഗിക്കരുതെന്ന് പറയുന്നത് വിരോധാഭാസമാണെന്നും MLA വ്യക്തമാക്കി. നമ്മുടെ ജീവിതത്തെ നമുക്ക് പ്രചോദിപ്പിക്കാൻ പറ്റുന്ന പോലെ, നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന പോലെ സ്വബോധത്തോടെ അനുഭവിക്കാനുള്ള അവസരമാണ് നമ്മുടെ കുട്ടികളൊരു മദ്യം കഴിക്കുമ്പോൾ പോലും നഷ്ടപ്പെടുത്തുന്നത്. നമ്മളുടെ ഏറ്റവും വലിയ സെലിബ്രേഷനാണ് നമ്മൾ നമ്മളുടെ ബോധത്തെ കളയുന്നത് എന്ന് ഓർക്കുമ്പോൾ എന്തൊരു സങ്കടകരമായ ദുരന്തമാണത്. ദാറ്റ്സ് ആൻ ഐറണി. ഇതൊരു വിരോധാഭാസമാണ്. കാരണം മദ്യം ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ ആഘോഷ നിമിഷങ്ങളെ പൊലിപ്പിക്കാനാണ്. അവിടെ ഏറ്റവും വലിയ ജീവിതത്തിന്റെ സെലിബ്രേഷന് വേണ്ടിയാണ് മദ്യം ഉപയോഗിക്കുന്നത്. ഡ്രഗ് അവിടെ നിൽക്കട്ടെ, ഞാൻ മദ്യത്തെക്കുറിച്ച് പറയാം. നാടാകെ മദ്യം വ്യാപിപ്പിച്ചിട്ട് ലഹരി ഉപയോഗിക്കരുതെന്ന് പറയുന്നത് എത്രമാത്രം വിരോധാഭാസമാണെന്ന് കൂടി നിങ്ങൾ ഓർക്കണം. നമുക്കൊരു ബോധത്തോടെയാണ് നമ്മൾ സ്നേഹം പങ്കിടേണ്ടത്. നമ്മളൊരു ബോധത്തോടെയാണ് ഇഷ്ടം പങ്കിടേണ്ടത്. നമ്മളൊരു ബോധത്തോടെയാണ് നമ്മളുടെ ആഘോഷങ്ങളിൽ പങ്കുചേരേണ്ടത്, അല്ലേ? നമുക്ക് ബോധമില്ലാതെ നമ്മൾ എന്താഘോഷം? അപ്പൊ ജീവിതത്തിന്റെ ബോധം നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ അനുഭവിക്കുന്ന സുഖത്തെക്കാൾ രസമുണ്ടാവുക ബോധത്തോടെ ഇത് സെലിബ്രേറ്റ് ചെയ്യുമ്പോഴല്ലേ? എന്തുകൊണ്ടാണ് നമ്മളെ കുട്ടികൾക്ക് ഇത് മനസ്സിലാവാത്തത്? മദ്യവും ലഹരിയും കുടുംബ സംവിധാനത്തെ തകർത്തെറിയുമെന്ന് ഉദ്ഘാടന ചടങ്ങിൽ സംസാരിച്ചവർ പറഞ്ഞു. ന്യൂ ഹോപ്പ് ഡി അഡിക്ഷൻ സെന്റർ ചീഫ് കൗൺസിലർ ജമാൽ ചെറുവാടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ASP ഫിറോസ് M ഷഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി. ലഹരിയുടെ ഉപയോഗം കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ പെരുകുന്നതിന് പ്രധാന കാരണമാണെന്ന് ASP ഫിറോസ് M ഷഫീഖ് ചൂണ്ടിക്കാട്ടി. പോലീസും എക്സൈസും മാത്രം പ്രവർത്തിച്ചാൽ ലഹരി വിപത്തിനെ തടയാനാകില്ലെന്നും പൊതുസമൂഹത്തിന്റെ സഹകരണം അനിവാര്യമാണെന്നും ASP പറഞ്ഞു. ഇപ്പോൾ നടക്കുന്ന കൊലപാതകങ്ങളിൽ ഒരു 25% കൂടുതൽ സംഭവങ്ങൾ നടക്കുന്നത് വീട്ടിനുള്ളിലോ വീടിന് തൊട്ടടുത്തോ ആണ്. നേരത്തെ നമ്മൾ
ഒരു 10 വർഷം മുമ്പ് ഒരു കൊലപാതകയെ കണ്ടെത്താൻ വേണ്ടി പോലീസ് നെട്ടോട്ടം ഓടേണ്ട സ്ഥിതിയായിരുന്നു. കാരണം ആരാണ് കൊലപാതകി എന്ന് പോലും അറിയാത്ത സ്ഥിതിയിലാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നടക്കുന്നത് കൊലപാതകം നടത്തി കൊലപാതകി തന്നെ പറയുകയാണ് ഞാൻ കൊന്നുവെന്ന് പറയുകയാണ്. കാരണം അച്ഛനെ ആയിരിക്കും എന്നുള്ള, അമ്മയായിരിക്കും എന്നുണ്ടാവുക, അല്ലെങ്കിൽ അനിയനെ ആയിരിക്കും, സ്വന്തം മക്കളെ, ഭാര്യയെ, അല്ലെങ്കിൽ അടുത്ത സുഹൃത്തിനെ, ബന്ധുവിനെ. കാരണം ആരാണ് കൊലപാതകി എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളുടെ എല്ലാം ജീവൻ, ഒരു സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന എല്ലാവരുടെയും ജീവന് വരെ ആപത്തായി മാറിയിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ ലഹരി എന്ന വിപത്ത് പറന്നു കയറിയിരിക്കുന്നതിനാൽ ഇതിൽ നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടി പോലീസിനും എക്സൈസിനും ഒപ്പം നിൽക്കുന്നതിന് വേണ്ടി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം വിസ്ഡം യൂത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ PP നസീഫ്, SP ഹരികുമാർ, അഷ്കർ സലഫി, അൻവർ അബൂബക്കർ തണൽ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാലയങ്ങളുടെ പരിസരത്ത് ലഹരി മാഫിയകൾ വിഹരിക്കുന്നുവെന്ന പരാതികൾ വ്യാപകമാണ്. ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും എക്സ്പോ ഉദ്ഘാടന സമ്മേളനം ആവശ്യപ്പെട്ടു. രാവിലെ 10 മണി മുതൽ വൈകിട്ട് രാത്രി 10 മണി വരെയാണ് എക്സ്പോയുടെ പ്രദർശന സമയം. എക്സ്പോ 27-ന് സമാപിക്കും. ആദിവാസി കുട്ടികളെ തേടിപ്പിടിച്ച് സ്കൂളുകളിലെത്തിക്കാൻ പെരിന്തൽമണ്ണയിലെ സായി സ്നേഹതീരം പ്രവർത്തകർ കഴിഞ്ഞ 16 വർഷത്തിനിടെ 80ഓളം കുട്ടികളെയാണ് പുനരധിവാസ കേന്ദ്രത്തിൽ താമസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകിയത്. കുട്ടികൾക്കായി 14 ദിവസത്തെ ഉണർവ് അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ആദിവാസി കുട്ടികളുടെ പുനരധിവാസ കേന്ദ്രമായ പെരിന്തൽമണ്ണയിലെ സായി സ്നേഹതീരം 2009-ൽ ആരംഭിച്ചതാണ്. ഈ കേന്ദ്രത്തിൽ താമസിക്കുന്ന കുട്ടികളെ പെരിന്തൽമണ്ണയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് പഠിപ്പിക്കുന്നത്. സായി സ്നേഹതീരത്തിലുള്ള ചില കുട്ടികൾ വേനലവധിയായാൽ ഊരുകളിലേക്ക് പോകും. എന്നാൽ കുട്ടികൾ വീണ്ടും മടങ്ങിയെത്താൻ കൂട്ടാക്കാറില്ല. ഇവരെ തിരിച്ചുകൊണ്ടുവരൽ ശ്രമകരമാണ്. കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് ഇല്ലാതാക്കാൻ പ്രത്യേകം ശ്രദ്ധ നൽകണം. സാമൂഹ്യ പ്രവർത്തകനും സായി സ്നേഹതീരം കോർഡിനേറ്ററുമായ KR രവിയുടെ നേതൃത്വത്തിലാണ് ഇവരെ ആദിവാസി ഊരുകളിൽ നിന്നും വീണ്ടും തിരിച്ചെത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചീരട്ടാമലയിൽ നിന്നും താഴേക്കോട് ആറാംകുന്ന് മേലേച്ചേരി ഊരുകളിൽ നിന്നുമായി 7 കുട്ടികളെ തിരികെ കൊണ്ടുവന്നു. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ 16 വർഷക്കാലമായി സായി സ്നേഹതീരം പെരിന്തൽമണ്ണ താലൂക്കിലെ വളരെ ഉൾപ്രദേശങ്ങളിലുള്ള സദ്ഗ്രാമങ്ങളിൽ നിന്നും കുട്ടികളെ കൊണ്ടുവന്ന് പെരിന്തൽമണ്ണയിൽ സായി സ്നേഹതീരം എന്ന സ്ഥാപനത്തിൽ വെച്ച് പഠിപ്പിക്കുകയാണ്. തുടക്കത്തിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു കുട്ടികൾക്ക് വരാനും രക്ഷകർത്താക്കൾ വിടാനും. ഇപ്പോഴും അത് പൂർണ്ണമായും മാറിയിട്ടില്ല. അടുത്ത സ്കൂൾ വർഷം ആരംഭിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ കുട്ടികളെ അവർ വീടുകളിൽ വന്നിട്ട് കൊണ്ടുപോകുന്ന കുട്ടികളും ഞങ്ങൾ അവിടുത്തെ കുട്ടികളുമായി ഇവിടെ വന്ന് കുട്ടികളെ കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഈ വർഷവും ഞങ്ങൾ അത്തരത്തിലൊരു പ്രവർത്തനമാണ് നടക്കുന്നത്. ആദിവാസി കുട്ടികൾക്കായി സായി സ്നേഹതീരത്തിൽ 14 ദിവസത്തെ ഉണർവ് അവധിക്കാല ക്യാമ്പ് നടന്നുവരികയാണ് ഇപ്പോൾ. പഠന മോട്ടിവേഷൻ ക്ലാസുകളും ലഹരി വിരുദ്ധ ബോധവൽക്കരണവും ക്യാമ്പിലൂടെ നൽകും. പരസ്പര സ്നേഹവും ബഹുമാനവും പരസ്പര ശുചിത്വവും വ്യക്തിശുചിത്വവും ശീലിപ്പിക്കും. കഴിഞ്ഞ ഇന്നലെ മുതൽ 14 ദിവസക്കാലം ഒരു പ്രത്യേക ഉണർവ് 2025 എന്ന പേരിൽ ഒരു ക്യാമ്പുകൾ നടക്കുകയാണ്. കുട്ടികൾക്ക് മൂല്യബോധവും അതുപോലെ മറ്റ് വിദ്യാഭ്യാസ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കാനും അവരെ ഉത്തമ പൗരന്മാരാക്കി മാറ്റിയെടുക്കുവാനുള്ള ശ്രമകരമായ ജോലിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ഊരുകളിൽ വന്നിട്ട് ഈ കുട്ടികളെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഗവൺമെൻറ്റിൽ നിന്നോ മറ്റ് ഏജൻസികളിൽ നിന്നോ കാര്യമായ സഹായമൊന്നുമില്ല. ഞങ്ങൾക്ക് റേഷനരിയും ഗോതമ്പും ഒഴിച്ച് മറ്റ് സഹായങ്ങളൊന്നും കിട്ടുന്നില്ല. പെരിന്തൽമണ്ണയിലെ പൊതുപ്രവർത്തകരും സത്യസായി സംഘടനയുടെ പ്രവർത്തകരും ഉൾച്ചേർന്നാണ് ഈ സ്ഥാപനം നടത്തുന്നത്. സർക്കാരുകളുടെ സഹായമില്ലാതെയാണ് സായി സ്നേഹതീരം ട്രൈബൽ ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നത്. സാമൂഹ്യ സന്നദ്ധ സേവകരും പൊതുപ്രവർത്തകരും സത്യസായി സംഘടനയും ചേർന്ന് കേന്ദ്രം നടത്തിക്കൊണ്ടുപോകുന്നു. 2009-ൽ വാടക കെട്ടിടത്തിൽ ഈ ട്രൈബൽ ഹോസ്റ്റൽ തുടങ്ങിയപ്പോൾ പെരിന്തൽമണ്ണ താലൂക്കിലെ വിവിധ ആദിവാസി ഊരുകളിൽ നിന്നുള്ള 24 കുട്ടികളുണ്ടായിരുന്നു. സ്വന്തം കെട്ടിടത്തിലാണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം. ഇതുവരെ 60ഓളം വിദ്യാർത്ഥികളെ SSLC പരീക്ഷ വിജയിപ്പിച്ചു. 20 കുട്ടികൾ +2 പാസ്സായി. 7 വിദ്യാർത്ഥികൾ ഡിഗ്രി പൂർത്തിയാക്കി. ഡിഗ്രി കഴിഞ്ഞ ഉണ്ണികൃഷ്ണൻ ഇന്ന് സായി സ്നേഹതീരത്തിലെ അധ്യാപകനും മേൽനോട്ടക്കാരനുമാണ്. സായി സ്നേഹതീരത്തിൽ എത്തിയിട്ട് ഏകദേശം 15 കൊല്ലത്തോളമായി. 2ാം ക്ലാസ് മുതലാണ് ഞാൻ സായി സ്നേഹത്തിൽ എത്തുന്നത്. 2ാം ക്ലാസ്സിൽ തന്നെ ഞാൻ വിദ്യാഭ്യാസം നിർത്തുകയും രവി സാറിൻ്റെ കടന്നുവരവോട് കൂടിയാണ് ഞാൻ വിദ്യാഭ്യാസത്തിനോട് കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചത്. ഇന്ന് ഞാൻ BA കഴിഞ്ഞ് സായി സ്നേഹതീരത്തിലെ വിദ്യാർത്ഥിനികൾക്ക് ട്യൂഷൻ എടുത്ത് പോരുകയാണ്.
നഴ്സറി മുതൽ PG വരെയുള്ള 50-ലധികം കുട്ടികളാണ് ഇപ്പോൾ പെരിന്തൽമണ്ണ സായി സ്നേഹതീരം ഹോസ്റ്റലിലുള്ളത്. ഏറ്റവും താഴെത്തട്ടിലുള്ള കുട്ടികളെ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്ന മാതൃകാപരമായ പ്രവർത്തനമാണ് സായി സ്നേഹതീരം പ്രവർത്തകർ നിർവഹിച്ചു പോരുന്നത്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. അലനല്ലൂർ കാര പാലക്കാഴി ദേശകൂട്ടായ്മ രക്ഷിതാക്കൾക്കായി ഗൈഡൻസ് ക്ലാസും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. എൻ ശംസുദ്ദീൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്തു നിന്നും LSS, USS, NMMS സ്കോളർഷിപ്പ് നേടിയവരെയും SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവരെയും KNM പൊതുപരീക്ഷയിൽ റാങ്ക് നേടിയ വിദ്യാർത്ഥികളെയുമാണ് ആദരിച്ചത്. കാര ഇസ്ലാമിക് സെന്ററിൽ നടന്ന ചടങ്ങ് എൻ ശംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂളുകളും കോളേജുകളൊക്കെ വളരെ ദൂരദിക്കിലാണ്. നാട്ടിൽ ദാരിദ്ര്യമുണ്ട്, സാമ്പത്തിക പ്രശ്നമുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ നിഷേധിക്കപ്പെട്ട വിദ്യാഭ്യാസം ഇന്നതെല്ലാം സ്കൂളും കോളേജൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വന്നു. നമുക്കും കുറച്ച് സാമ്പത്തിക സൗകര്യങ്ങളൊക്കെ ആയി. സർക്കാർ ജനപ്രതിനിധികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി. അപ്പം നമ്മുടെ കുട്ടികൾക്ക് ആ അവസരമൊക്കെ തിരിച്ചു കിട്ടി. നമുക്ക് കിട്ടാതെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടി. കിട്ടിയപ്പോൾ ആ കുട്ടികൾ, നമ്മുടെ മക്കൾ അവരുടെ കഴിവ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. പ്രീത അധ്യക്ഷയായി. ദേശകൂട്ടായ്മ കൺവീനർ N. ഉമർ ഖത്താബ്, റഷീദ് അലായൻ, TP മുഹമ്മദ് മുസ്തഫ, KK അബൂബക്കർ, KP അബ്ദുൾ റസാഖ്, ഷിഹാബുദ്ദീൻ കുന്നകത്ത്, കോടത്ത് മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് 2024-2025 വാർഷിക പദ്ധതിയിൽ 7 ലക്ഷം രൂപ ചെലവഴിച്ച് കോട്ടപ്പുറം സെന്ററിൽ വാട്ടർ ATM സ്ഥാപിച്ചു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം നിർവഹിച്ചു. 1 രൂപ കോയിൻ നിക്ഷേപിച്ചാൽ 1 ലിറ്റർ തണുത്ത വെള്ളവും ചൂടുവെള്ളവും, 5 രൂപ കോയിൻ നിക്ഷേപിച്ചാൽ 5 ലിറ്റർ തണുത്ത വെള്ളവും ചൂടുവെള്ളവും ATMിൽ നിന്ന് ലഭ്യമാകും. സ്കാനർ ഉപയോഗിച്ചും ATMിൽ നിന്ന് വെള്ളമെടുക്കാവുന്നതാണ്. കോട്ടപ്പുറം ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും പൊതുജനങ്ങൾക്കും ഏറെ പ്രയോജനകരമാകും ATM എന്ന് ഉദ്ഘാടനം നിർവഹിച്ച കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ പറഞ്ഞു. ഈ വാട്ടർ ATM ഇവിടെ അനസ് പറഞ്ഞ പോലെ ഗ്രാമപഞ്ചായത്തിൽ ഒട്ടേറെ വ്യത്യസ്തമായ മാതൃകാപരമായ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ ഭരണസമിതി ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ കുറേ ഉദാഹരണങ്ങൾ അധ്യക്ഷനോട് പറഞ്ഞു. അതിൻ്റെ തുടർച്ചയായിയാണ് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ആദ്യമായി മറ്റൊരു സ്ഥലത്തുമില്ലാതെ കോട്ടപ്പുറത്ത് കരിമ്പുഴയുടെ ശിലാകേന്ദ്രമായ കോട്ടപ്പുറത്ത് വാട്ടർ ATM ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നു. സ്ഥിരം സമിതി അധ്യക്ഷൻ K. അനസ് അധ്യക്ഷത വഹിച്ചു. സമീറ സലീം, P. മോഹനൻ, PC കുഞ്ഞിരാമൻ, കുന്നത്ത് അബ്ദുറഹ്മാൻ, CK മുഹമ്മദ്, K. പ്രകാശൻ, K. അസൈനാർ, N. മോഹനൻ, EP മുഹമ്മദ് ജംഷീദ്, റാഷിഖ് പറമ്പൻ, K. അഷ്കർ, ഇബ്രാഹിം കലംപറമ്പിൽ, മുള്ളത്ത് രാമൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ സമഗ്ര പച്ചക്കറി ഉൽപ്പാദന യജ്ഞം പദ്ധതിക്ക് തുടക്കമായി. പോഷക സമൃദ്ധവും സുരക്ഷിതവുമായ ഭക്ഷണം ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുധീർ ബാബു പറഞ്ഞു. പച്ചക്കറി സ്വയം ഉൽപ്പാദിപ്പിച്ച് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച സ്വയം പര്യാപ്ത പദ്ധതി ഏലംകുളം പഞ്ചായത്തിൽ തുടങ്ങി. പഞ്ചായത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം പഞ്ചായത്തിലെ മുഴുവൻ തരിശുഭൂമിയിലും പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു. വീട്ടുവളപ്പിൽ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി സങ്കര ഇനം പച്ചക്കറി വിത്തുകളും തൈകളും വിതരണം ചെയ്യും. ഷാജു പാണക്കട എന്ന കർഷകന്റെ കൃഷിയിടത്തിൽ തൈ നട്ടുകൊണ്ട് പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. സുധീർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് അനിത പള്ളത്ത് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ MR മനോജ്, അംഗങ്ങളായ സമദ് താമരശ്ശേരി, സ്വപ്ന സുബ്രഹ്മണ്യൻ, വിജയലക്ഷ്മി, കൃഷി ഓഫീസർ ഐശ്വര്യ മോഹൻ, AP വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ചെറിയ ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം സമാഹരിച്ച ബ്രാഞ്ചുകളെയും ജീവനക്കാരെയും വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് അനുമോദിച്ചു. ജീവനക്കാർക്ക് ഉപഹാരങ്ങൾ നൽകിയായിരുന്നു അനുമോദനം. കേരള സർക്കാരിൻ്റെ 45ാമത് സഹകരണ നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ ഒറ്റപ്പാലം താലൂക്കിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം സമാഹരിച്ച ബാങ്കാണ് വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക്. ബാങ്ക് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഈ നേട്ടം കൈവരിക്കാനായത്. ബാങ്കിൽ ചേർന്ന ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും യോഗത്തിൽ ബ്രാഞ്ച് തലങ്ങളിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം സമാഹരിച്ച ബ്രാഞ്ചുകളെയും ജീവനക്കാരെയും 2025 കുടിശ്ശിക നിവാരണ യജ്ഞത്തിൽ കൂടുതൽ പുരോഗതി കൈവരിച്ച ബ്രാഞ്ചുകളെയും മൊമെന്റം നൽകി അനുമോദിച്ചു.
ബാങ്ക് പ്രസിഡന്റ് പി ബഷീർ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് കളത്തിൽ മാന, മുൻ ബാങ്ക് പ്രസിഡന്റ് കളത്തിൽ മുഹമ്മദ് അഷ്റഫ്, ബാങ്ക് ഡയറക്ടർ എം റംലത്ത്, സെക്രട്ടറി പി അഷ്റഫ് അലി എന്നിവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ വിജയിച്ചവരെ ചെർപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസ് അനുമോദിച്ചു. ചെർപ്പുളശ്ശേരി മേഖലയിലെ 1000-ഓളം വിദ്യാർത്ഥികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ഈ വർഷത്തെ SSLC +2 പരീക്ഷകളിൽ വിജയം കൈവരിച്ച ചെർപ്പുളശ്ശേരി മേഖലയിലെ 1000-ഓളം വിദ്യാർത്ഥികളെയാണ് ചെർപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസ് അനുമോദിച്ചത്. ക്യാമ്പസിൽ വെച്ച് നടന്ന പരിപാടിയിൽ റിട്ടയർഡ് പോലീസ് ഓഫീസറും ഇന്റർനാഷണൽ ട്രെയിനറുമായ ഫിലിപ്പ് മമ്പാട് വിദ്യാർത്ഥികൾക്ക് മൊമെന്റോകൾ കൈമാറി. എന്റെ തീരുമാനം തെറ്റിപ്പോകുമോ, അല്ലെങ്കിൽ മറ്റൊരു പ്രേരണയിലാണോ ഞാൻ നടക്കുന്നത്, ഇനി ചിന്തിക്കുന്നത്, ഇനി എന്ത് ചെയ്യാൻ പറ്റും, വാട്ട് ഹാവ് ബീൻ ഡൺ നൗ? ഇതായിരിക്കും ശരാശരി നമ്മുടെയൊക്കെ മനസ്സിനകത്തെ ചോദ്യങ്ങൾ. ഒരുപക്ഷെ ഇന്ന് ഈ ആധുനിക നവമാധ്യമ കാലഘട്ടം ഒരു വ്യക്തിക്ക് ഏറ്റവും നല്ല രീതിയിൽ അവൻ എങ്ങോട്ട് ടേൺ ചെയ്യണമെന്ന് കാണിച്ചു തരുന്ന ഒരുപക്ഷെ ഒരു മുന്നറിയിപ്പിന്റെ ഒരു സൂചക ഫലകം നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ മുൻപിൽ ഈ കാലഘട്ടം നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. തെരഞ്ഞെടുത്ത മതി, ക്ഷമയും സഹനവും സ്നേഹവും നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മതി, ഈ ലോകത്ത് നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റും, സംശയമൊന്നുമില്ല. പ്രശസ്ത കരിയർ ട്രെയിനർ നിസാമുദ്ദീൻ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് നയിച്ചു. മലബാർ പോളിടെക്നിക് ക്യാമ്പസ് പ്രിൻസിപ്പൽ സിറാജുദ്ദീൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ മുഹമ്മദ് സാലിം കെ, അരുൺ, വിവിധ ഡിപ്പാർട്ട്മെന്റ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഏഴുമന്തല ചെമ്മൻകുഴി സന്താനഗോപാലമൂർത്തി മഹാദേവ ക്ഷേത്രത്തിൽ ഏപ്രിൽ 28 തുടങ്ങി വൈശാഖ മാസാചരണത്തോടനുബന്ധിച്ച് വൈശാഖ മഹാത്മ്യ പാരായണം നടത്തിയ മധുസൂദനൻ പേങ്ങാട്ടിരിയെ ആദരിക്കലും ഫീഡിംഗ് റൂമിൻ്റെ സമർപ്പണവും നടന്നു. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ദിനുരാജ് ഏഴുമന്തല ഉദ്ഘാടനം നിർവഹിച്ചു. ലീല മേലേജിൽ ഭദ്രദീപം കൊളുത്തി. ട്രസ്റ്റി ബോർഡ് മെമ്പർ പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റി ബോർഡ് മെമ്പർ മണികണ്ഠൻ, പ്രേംകുമാർ, ആഘോഷ കമ്മിറ്റി സെക്രട്ടറി അഭിനവ്, ക്ഷേത്രം ജീവനക്കാർ, ഭക്തജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. ചെർപ്പുളശ്ശേരി നിവ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വകയായാണ് ഫീഡിംഗ് റൂം സമർപ്പണം നടന്നത്. മുളയങ്കാവ് മാധവ വാദ്യവിദ്യാലയത്തിൽ അവധിക്കാല വാദ്യോപാസനയുടെ ഭാഗമായി മേളം അഭ്യസിച്ച കുട്ടികളുടെ അരങ്ങേറ്റം ഞായറാഴ്ച മുളയങ്കാവ് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടന്നു. 60-ൽ പരം കുട്ടികളാണ് അരങ്ങേറ്റം കുറിച്ചത്. ക്ഷേത്ര മേൽശാന്തി ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ രത്മേഷ്, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ രാജേഷ്, ബോർഡ് മെമ്പർ സി രാജൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ഗോപകുമാർ, ശ്രീരാമജയം മണികണ്ഠൻ, അഭയം കൃഷ്ണൻ, സുനിൽ മാസ്റ്റർ, ഗീത ടീച്ചർ, വിദ്യാലയം സെക്രട്ടറി മുളയങ്കാവ് അരവിന്ദാക്ഷൻ എന്നിവർ പങ്കെടുത്തു. വാദ്യ താളനാദ ലയം എന്ന പേരിലാണ് കുട്ടികളുടെ അരങ്ങേറ്റം നടന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കനത്ത കാറ്റിലും മഴയിലും കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വ്യാപക നാശനഷ്ടം. മിന്നൽ ചുഴലിയിൽ 15-ലധികം വീടുകൾ തകർന്നു. മരങ്ങൾ പൊട്ടിവീണ നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു. ആളപായമില്ല. കേന്ദ്ര സർക്കാരിന്റെ വന്യമൃഗ സംരക്ഷണ നിയമം കേരള കർഷക സംഘത്തിന്റെ സമരത്തിന് ശേഷവും തിരുത്തിയില്ലെങ്കിൽ കർഷകരോട് ആയുധമെടുക്കാൻ ആഹ്വാനം ചെയ്യുമെന്ന് EP ജയരാജൻ. മനുഷ്യർക്കല്ല മൃഗങ്ങൾക്കാണ് ഇവിടെ കൂടുതൽ സംരക്ഷണം ലഭിക്കുന്നതെന്നും EP ജയരാജൻ. കാടുകയറാൻ തയ്യാറാവാതെ തിരുവിഴാംകുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രം വളപ്പിൽ തമ്പടിച്ച 2 കാട്ടാനകൾ. ഭീതിയോടെ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങൾ. ആഴ്ചകളായി ഇവിടെ തമ്പടിച്ച ആനകൾ കാർഷിക വിളകളും നശിപ്പിക്കുന്നു. മണ്ണാർക്കാട് എളമ്പലാശ്ശേരി തുമ്പക്കണ്ണിയിൽ പുകയില ഉൽപ്പന്ന ഫാക്ടറി കണ്ടെത്തി. പുകയില ഉൽപ്പന്നങ്ങളുടെ വൻശേഖരവും അസംസ്കൃത വസ്തുക്കളും മെഷീനുകളും പോലീസ് പിടിച്ചെടുത്തു. സിന്തറ്റിക് ഡ്രഗ്സ് മാത്രമല്ല, മദ്യത്തിന്റെ ഉപയോഗവും മനുഷ്യനെ ബോധമില്ലാത്തവരാക്കുന്നുണ്ടെന്ന നജീബ് കാന്തപുരം MLA. നാടാകെ മദ്യം വ്യാപിപ്പിച്ച് ലഹരി ഉപയോഗിക്കരുതെന്ന് പറയുന്നത് വിരോധാഭാസമെന്നും MLA. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.